എല്ലാവരുടെയും പോലെ തന്നെ ഞാനും തുടങ്ങും തലേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് നാളെ എന്തുണ്ടാക്കുക, ലഞ്ച് നാളെ എന്തുണ്ടാക്കുക എന്നുള്ള ആലോചനകൾ. അപ്പോൾ എന്തുണ്ടാക്കുകയാണെങ്കിലും എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു ടീയോ ഒരു കോഫിയോ വേണം. അപ്പോൾ ഞാനൊരു കോഫി ഉണ്ടാക്കി കുടിച്ചിട്ട് രാവിലത്തെ ജോലികളോട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ അരി ഒന്നും വെള്ളത്തിലിടാത്തതുകൊണ്ട് മാവില്ല. അപ്പോൾ കുറച്ച് പച്ചരിപ്പൊടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോൾ വട്ടുപത്തിരി ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചട്ടി ചൂടാക്കിയിട്ട് ഈ മാവ് ഒന്ന് അതിലേക്ക് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവ് ഒന്ന് അതിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കുക. ഇല്ലെങ്കിൽ അത് നന്നായിട്ടൊന്ന് കുഴയ്ക്കാൻ നിൽക്കണം. അപ്പോൾ അതിനേക്കായും ഒരു ഈസി മെത്തേഡാണല്ലോ നമ്മളെപ്പോഴും രാവിലെ നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും അത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാവ് അതിൽ വേവിച്ചെടുത്തു. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് നമുക്ക് കുഴയ്ക്കുന്ന ആ ചൂട് വരില്ലേ, അതാവുന്ന സമയത്ത് ലൈറ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് ഉരുളകൾ ഉരുട്ടിയെടുക്കുന്ന പോലെ ഞാൻ ഈ മാവൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. കാരണം രാവിലെ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ പണികൾ. കാരണം ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ എന്തുണ്ടാക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ സാധാരണ എല്ലാവരും ഈ രാവിലത്തെ തിരക്കുകളുണ്ടല്ലോ, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്ന തിരക്ക്, ജോലിക്ക് പോകുന്നുണ്ട് തിരക്ക്, രാവിലത്തെ തിരക്ക് കഴിഞ്ഞ തിരക്ക് കഴിയുകയും ചെയ്തു. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ അധികം ഉണ്ടാക്കുക എന്താണ്, ഇഡ്ഡലി, ദോശ, പുട്ട്, ഉപ്പുമാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ പത്തിരി ചപ്പാത്തിയൊക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. പക്ഷേ എന്നും നമ്മളെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കും ബോറടിക്കും, കഴിക്കുന്നവർക്കും ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് അത്ര വലിയ പണിയൊന്നുമില്ല. കാരണം നമ്മൾ ഈസി ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോന്ന് ചെയ്യാം. നമ്മൾ ഈ അടുക്കളയിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയാണല്ലോ, ഈസി ആയിട്ട് എന്ത് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഞാൻ അതുപോലെ ഈ വട്ടുപത്തിരി അങ്ങനെ ഒന്ന് കുഴയ്ക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് മാവ് അതിട്ട് വേവിച്ചെടുത്തു. അതുപോലെ ഇനി ചപ്പാത്തിക്ക് ഉരുട്ടുന്ന പോലെ ഉരുട്ടിയെടുത്തിട്ട് ഇനി അടുത്ത പ്രോസസ്സിങ് ഇത് പരത്തുന്നതാണ്. അപ്പോൾ ഈ മാവ് പൊടിയിട്ടിട്ട് ഒക്കെ പരത്തി എടുക്കുക എന്നുള്ളത് പിന്നെ ആലോചിക്കും. അങ്ങനെയല്ല, ഞാനിങ്ങനെ പരത്തുന്നത് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ മാവൊക്കെ ഞാൻ ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് പരത്തുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. അതിന് ഞാനിവിടെ ഒരു കവർ എടുത്തിട്ടുണ്ട്. കവർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേച്ചാലും ഓക്കെയാണ്. നമുക്കത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മൾ ഉരുളകളാക്കി വെച്ചിട്ടുള്ളതെന്ന് ഒരു ഉരുള എടുത്തിട്ട് അതിനുള്ളിലേക്ക് വെക്കുക. നമ്മൾ ഈ കവർ എടുത്തൊന്ന് ഫോൾഡ് ചെയ്യുക അതിൻ്റെ മേലെ. പിന്നെ ഒരു കിണ്ണം എടുത്തിട്ട് 4 തിരിക്കൽ കച്ച 4 തിരിക്കൽ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടോ. നോക്കി നോക്കൂ, ഈസി അല്ലേ? എത്ര പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നുമില്ല, നമുക്ക് റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ ഈ പൊടിയിട്ടൊക്കെ ഇട്ടിട്ട് പരത്താൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ഷേപ്പ് എപ്പോഴും കിട്ടാറില്ല, റൗണ്ടായിട്ടേക്ക് കിട്ടാറില്ല, വേറെയൊക്കെ രൂപങ്ങളൊക്കെ വരിക. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ നമുക്ക് ആ പരത്തേണ്ട ആ ഒരു സമയം നമുക്ക് വേസ്റ്റ് ആവില്ല. പെട്ടെന്ന് ഉണ്ടാക്കൽ കഴിയും. പെട്ടെന്ന് നമുക്കിത് പരത്തി കഴിയും. നിങ്ങളൊന്ന് അടുത്ത പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്തു, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ ട്രൈ ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പെട്ടെന്ന് കഴിയും. ഞാനിപ്പോൾ പറഞ്ഞ് സംസാരിക്കുന്ന സമയം കൊണ്ട് തന്നെ പാടില്ല എത്ര എണ്ണം പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് നോക്കി നോക്ക്. ഒട്ടിപ്പിടിക്കില്ല, നമുക്ക് കൈമ ഒന്നും ആവില്ല. എവിടെയും പൊടി ഇട്ടിട്ട് പരത്തിയിട്ട് കഴിഞ്ഞ് പിന്നെ അത് വൃത്തിയാക്കാൻ നിൽക്കണം. അപ്പോൾ അതൊക്കെയും നമ്മൾ രാവിലത്തെ നേരത്തെ നമുക്കത് സമയം പോക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. എന്നാലേ എനിക്കും അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ ട്രൈ ചെയ്തോ, നിങ്ങൾക്ക് എങ്ങനെ ശരിയായിട്ട് വന്നോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം എൻ്റെ പത്തിരിയൊക്കെ ഇവിടെ പരത്തലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കും കൂടിയും വേണം. അപ്പോൾ അതും പെട്ടെന്ന് തന്നെ, കാരണം ചെറിയ വട്ടുപത്തിരി ആയതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് ചുടലും കഴിയും. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച്, ഞാനിത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ നാളെ ദോശ ഉണ്ടാക്കുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിത് ഓംലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെക്കുന്ന ഒരു ചട്ടിയാണ്. അപ്പോൾ അതിലേക്ക് ഒരു 4 എണ്ണം വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു ചട്ടിയിൽ 4 എണ്ണം കൊള്ളും, ചെറിയ പത്തിരി ആയതുകൊണ്ട്. അപ്പോൾ ഇതും ഒരു സമയലാഭം തന്നെയാണ്. ഒരേ ഇതിൽ 4 എണ്ണം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത് കറി ഉണ്ടാക്കണം ഇതിലേക്ക്. അപ്പോൾ എന്ത് കറി ഉണ്ടാക്കും? പക്ഷേ ഇതൊരു മുട്ടക്കറിയൊക്കെ നല്ല തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂണുണ്ട്. ഇവിടെ പിന്നെ കൂണ് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ 2 പേർക്ക് കൂണിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിരിഞ്ഞ കൂണാണ്. ബട്ടൺ മഷ്റൂം ഉണ്ടാവും, പക്ഷേ ഞാനിപ്പോൾ ഇത് നല്ല വിരിഞ്ഞതാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം.
ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് സവോളയും കൂടി ചേർത്ത് ഒരു കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് പച്ചമണം മാറുന്നവർക്ക് ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് ഒരു തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക. പച്ചമണം മാറുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് നമ്മുടെ ഈ മഷ്റൂമും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വയ്ക്കുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ വെള്ളം ഊറി വന്നിട്ടുണ്ട്. നോക്കി നോക്കൂ, നല്ല വെള്ളമുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കസൂരി മെത്തി അത് കുറച്ചൊന്ന് പൊടിച്ച് ചേർക്കുന്നത്, കയ്യിൽ വെച്ചൊന്ന് തിരിച്ചാൽ മതി. തേച്ച് കഴിഞ്ഞാൽ തന്നെ അടിപൊളി മണമാണ് അതിന്. അതിലേക്ക് കുറച്ച് മല്ലിയിലൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ എൻ്റെ കൂൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.